ജാസ്മിനെ ക്ലിയർ ആയിട്ട് അവോയ്ഡ് ചെയ്ത അർജുൻ ഇപ്പൊ ടാസ്ക് വിളിക്കാനായി എല്ലാവരെയും വിളിച്ചിരുന്നു. അതിന്റെ തൊട്ടുപുറകെ അർജുനും വരുന്നുണ്ട്. നോർമലി അർജുൻ വന്ന ആദ്യം ഇരിക്കുകയാണെങ്കിൽ ആരൊക്കെ ഇരുന്നാലും അർജുന്റെ സൈഡിൽ ഒന്ന് മാറിയിരിക്കുന്ന പറഞ്ഞ് അവിടെ തന്നെ പോയി ജാസ്മിൻ ഇരിക്കും. ജാസ്മിനാണ് ആദ്യം പോയി ഇരിക്കുന്നതെങ്കിൽ തൊട്ടടുത്ത് അർജുനും ഇരിക്കുന്നത് കാണാം കുറെ ദിവസമായിട്ട്. ഇന്നൊരു ടാസ്ക് വായിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ഡാൻസ് പെർഫോമൻസ് ചെയ്യണം ലാലേട്ടന്റെ ബർത്ത്ഡേക്ക്. അതാണ് ജാസ്മിൻ ആദ്യം വന്നിരിക്കുന്നു. തൊട്ടുപിറകെ അർജുൻ വരുന്നുണ്ട്. എന്നാൽ അർജുൻ ജാസ്മിന്റെ അടുത്ത് പോയി ഇരിക്കുന്നില്ല. കാരണം മറ്റൊന്നുമില്ല, കഴിഞ്ഞ ദിവസം ശ്രീതു ഓപ്പൺ ആയിട്ട് അർജുനോട് സംസാരിച്ചിരുന്നു. ജാസ്മിനുമായിട്ട് ഇപ്പൊ കാണിക്കുന്ന കാര്യം വലുതായിട്ട് തന്നെ ബോധർ ചെയ്യുന്നു എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞു. അർജുൻ ഫേക്ക് ആണോ എന്ന് പോലും തോന്നി എന്നും ശ്രീതു പറഞ്ഞിരുന്നു. അത് തന്നെ ആയിരിക്കും റീസൺ. കാരണം ശ്രീതു അവിടുന്ന് നടന്നു വരുന്നുണ്ട്. അർജുൻ ഇരിക്കാൻ പോകുന്നു. അർജുൻ ജാസ്മിന്റെ അടുത്ത് ഇരിക്കാതെ തൊട്ടിപ്പറേ തന്നെ ഇരിക്കുന്നു. എന്തായാലും ഈ ഒരു കാര്യം ജാസ്മിൻ ശ്രദ്ധിക്കുന്നുണ്ട്. ജാസ്മിൻ എന്നിട്ട് നോക്കുമ്പം അർജുൻ മാറിയിരിക്കുകയാണ്. എന്നാൽ ശ്രീതു അർജുനുമായിട്ട് വീണ്ടും മിണ്ടുന്ന കാര്യമൊക്കെ ജാസ്മിൻ കണ്ടിരുന്നു. എന്നാൽ ജാസ്മിൻ അത് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇന്ന് ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ഉമ്മയൊക്കെ വന്നപ്പോ തന്നെ ജാസ്മിൻ ചോദിച്ചത്, ശ്രീതു എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞായിരുന്നു ഉമ്മ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും ശ്രീതു പറഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി ഉമ്മയോട് വീണ്ടും ചോദിക്കുകയാണ് ജാസ്മിൻ. ഇത്രയും പേര് വീട്ടിലുള്ളപ്പം ശ്രീതു എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞോ എന്ന് ജാസ്മിൻ എന്തുകൊണ്ട് ചോദിക്കണം?